ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS വൈബ്സിലേക്ക് ഒരു വട്ടം കൂടി സ്വാഗതം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഐശ്വര്യസമൃദ്ധമായ സന്തോഷത്തോടെയുള്ള ഓണാശംസകൾ ഒരിക്കൽ കൂടി തരുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ എൻ്റെ ഷൂട്ടിംഗ് iPhone 13 Pro Maxിൽ നിന്നും Insta360 X Pro എന്ന ക്യാമറയിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളോടൊപ്പം ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് Insta360 X Proയുടെ പാക്കേജ്. ഞാൻ ദുബായിലെ ജംബോ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഔട്ട്ലെറ്റിനാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ഇമാക്സിലും ഇത് തിരക്കിയിട്ടുണ്ടായിരുന്നു. ഇമാക്സിലും ജംബോ ഇലക്ട്രോണിക്സിലും സെയിം പ്രൈസ് തന്നെയാണ്. 1769 ദിർഹംസ് ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഞാൻ ജംബോ ഇലക്ട്രോണിക്സ് മാൾ ഓഫ് ദ എമിറേറ്റ്സ് ഔട്ട്ലെറ്റിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ പാക്കേജിൽ അവർ കൊടുത്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൊടുത്തിരിക്കുന്നത് AI ഹൈലാൻഡ് അസിസ്റ്റൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ഭർത്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ 2.5 ഫ്ലിപ്പ് സ്ക്രീൻ. ഇതൊരു ക്യാമറയിൽ, ആക്ഷൻ ക്യാമറയിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു 2.4 ഇഞ്ച് ഫ്ലിപ്പ് സ്ക്രീൻ വരുന്നത്. പിന്നെ വാട്ടർ പ്രൂഫ് റെസിസ്റ്റൻസ് ഉണ്ട് അപ് ടു 33 ഫീറ്റ്. പിന്നെ ക്യാമറ മൗണ്ടിങ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മാഗ്നറ്റിക് മൗണ്ടിങ് സിസ്റ്റമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പിന്നെ Insta360 X Pro എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട്, സ്റ്റാൻഡേർഡ് മൗണ്ടിങ് സിസ്റ്റം ഉണ്ട്, പിന്നെ ഫ്ലെക്സിബിൾ അഡിസീവ് മൗണ്ട് ഉണ്ട്, അതിൻ്റെ ടൈപ്പ് C കേബിളുണ്ട്, പിന്നെ അതിൻ്റെ ക്വിക്ക് ഗൈഡ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ക്യാമറ പാക്കറ്റിനകത്തുള്ളത്. നമുക്ക് അൺബോക്സ് ചെയ്യാം. പാക്കേജ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് Insta360 ലേക്ക എന്നുള്ള ഇതിനകത്ത് ബ്രാൻഡ് അവർ കൊടുത്തിരിക്കുന്നത്. ലേക്ക എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്, ഒരു ലേബൽ അവർ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് ഉപയോഗിച്ച ശേഷം പറയാം. ഇതാണ് Insta360. അപ്പോൾ Insta360 X Proയുടെ മറ്റ് സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. അപ്പം ക്യാമറയ്ക്കകത്ത് തന്നെ അപ്പോൾ രണ്ട് സൈഡിൽ, ഒരു സൈഡ് ബാറ്ററി കൊടുക്കാനുള്ള സ്ലോട്ടും മറ്റേടത്ത് നമ്മുടെ മെമ്മറി കാർഡും പവർ കേബിൾ കുത്താനുള്ള സ്ലോട്ടും പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. അപ്പം സ്ലൈഡ് ആൻഡ് ഓപ്പൺ സ്ലോട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് തന്നെ മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്ലോട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കേബിൾ, ചാർജിങ് കേബിൾ കുത്താനുള്ള സ്ലോട്ട്, പിന്നെ ഒരു പവർ ബട്ടണാണ് ഒരു സൈഡിലുള്ളത്. പിന്നെ നെക്സ്റ്റ് സൈഡിൽ നമ്മുടെ ബാറ്ററി ഉള്ള സ്ലോട്ട്, അതും സ്ലൈഡ് ആൻഡ് ഓപ്പൺ ആണ്. സ്ലൈഡ് ആൻഡ് ഓപ്പൺ ചെയ്ത് അപ്പോൾ ബാറ്ററി അതിനകത്ത് ബിൽഡിൻ ബാറ്ററി അതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് മെമ്മറി കാർഡ് അവർ അഡീഷണൽ ബിൽഡിൻ കൊടുത്തിട്ടില്ല. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മെമ്മറി കാർഡ് സെപ്പറേറ്റ് നമുക്ക് വാങ്ങിക്കണം. പിന്നെ ഈ പാക്കേജ് കവറിൽ തന്നെ ക്യാമറയൊക്കെ മൗണ്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു സ്കാൻ ചെയ്തിട്ട് Insta360യുടെ ആപ്പിനകത്തോട്ട് കയറി നമുക്ക് നമ്മുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിനുശേഷം ഇതിനകത്ത് തന്നെ വേറൊരു പാക്കേജ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തത് ഇവിടെ തന്നെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്സസറീസ് അൺപാക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഉള്ളത് എനിക്കൊന്ന് പവർ കേബിളാണെന്ന് തോന്നുന്നു. പവർ കേബിൾ നമുക്ക് അൺപാക്ക് ചെയ്യാം. അപ്പം രണ്ട് സൈഡിലും C പോർട്ട് കേബിളാണ്, ചാർജിങ് കേബിളാണ് ഇതിനകത്തുള്ളത്. പിന്നെ നെക്സ്റ്റ് ഐ തിങ്ക് ക്യാമറ മൗണ്ടിങ് ആണെന്ന് തോന്നുന്നു. ഒരു ടൈപ്പുള്ള ക്യാമറ മൗണ്ടിങ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മൗണ്ട് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നമുക്ക് നോക്കാം. ഇതൊരു ഹൈ എഫിഷ്യൻസി മാഗ്നറ്റിക് മൗണ്ടാണിത്. അപ്പം രണ്ട് സൈഡിലും ഒരു പുഷ് ബട്ടൺ ഉണ്ട്. ആ രണ്ട് പുഷ് ബട്ടൺ നമ്മൾ സാധാരണ അമർത്തിയിട്ട് കറക്റ്റ് ആ സ്ലോട്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ലോട്ടിനകത്ത് അറ്റാച്ച് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ വീണ്ടും ആ സെയിം ടെക്നിക്കാണ് യൂസ് ചെയ്താൽ മതി. രണ്ട് സൈഡിലും പ്രസ് ചെയ്തതിന് ശേഷം വലിച്ചു കഴിഞ്ഞാൽ ഇത് വരും. ആ ക്യാമറ നമുക്ക് അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ക്യാമറ മൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് ഒരു അപ്ഗ്രേഡഡ് വേർഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ,
എനിവേ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുന്ന ഫസ്റ്റ് യൂസറാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പുതിയ വിശേഷങ്ങൾ ക്യാമറ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും. നെക്സ്റ്റും രീതിയിലുള്ള വേറൊരു മൗണ്ടിങ് ആണെന്ന് തോന്നുന്നു. ഇതൊരു വാക്യൂം മൗണ്ടിങ് ആണ്. നമ്മുടെ കാറിനകത്തും ബൈക്കിനകത്തൊക്കെ വെച്ച് ഇതുപോലെ വാക്യൂം പ്രസ് ചെയ്തിട്ട് മൗണ്ട് ചെയ്യുന്ന മൗണ്ടാണത് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ 3 ആക്സസറീസാണ് ഇന്നത് ആ പാക്കേജിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു യൂസർ ഗൈഡുണ്ട്. ക്യാമറ എങ്ങനെ ഉപയോഗിക്കണം അതിനെക്കുറിച്ചൊക്കെയുള്ള കംപ്ലീറ്റ് ഒരു യൂസർ ഗൈഡാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചൈനീസ് ലാംഗ്വേജിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോളിഷ് എല്ലാ ലാംഗ്വേജിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാക്കറ്റിനകത്ത് വേറൊരു കാര്യം മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ബ്രാൻഡിങ് ഉണ്ട്. അതായത് ആപ്പിളിൻ്റെ പാക്കറ്റൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ആപ്പിളിൻ്റെ ഒരു ബ്രാൻഡിങ് ഉള്ള പോലെ Insta360 ഒരു ബ്രാൻഡിങ് അവർ തന്നിട്ടുണ്ട്. നമുക്കിതൊരു സുവനീർ പോലെ സൂക്ഷിക്കുകയോ നമുക്ക് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്യുകയോ ചെയ്യാം. ഇതാണ് അതിൻ്റെ 2 ബ്രാൻഡിങ്. തിങ്ക് ബോൾഡ് എന്ന പേരിലാണ് അവർ ബ്രാൻഡ്. ക്യാമറ ഓൺ ചെയ്ത് ഇതിൻ്റെ ഇൻ്റർഫേസൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ കുറേ ലേബൽ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സൊക്കെ നമുക്ക് ഇളക്കാം. അപ്പോൾ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യുന്ന തിൻ പ്ലാസ്റ്റിക്കാണ്, പോളിത്തീൻ സീലാണ്. അപ്പോൾ അത് ഇളക്കി അതിനുശേഷം അതിൻ്റെ ഡിസ്പ്ലേക്കകത്തുള്ള പോളിത്തീൻ ഇളക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാമറ നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ അതിനകത്ത് പ്രസ് ചെയ്തതിന് ശേഷം ഇപ്പം ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ബിൽഡിനായിട്ട് ഇംഗ്ലീഷാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുത്തു. ഡൗൺലോഡ് ദ Insta360 ആപ്പ് ഇൻ ദ ആപ്പ് സ്റ്റോർ ഓർ ഗൂഗിൾ പ്ലേ ടു ആക്ടിവേറ്റ് യുവർ ക്യാമറ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലിപ്പ് സ്ക്രീൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ 2 സൈഡിലും 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പ്രസ് ബട്ടനാണ്. ആ പ്രസ് ബട്ടൺ സിംപ്ലി ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലിപ്പ് സ്ക്രീൻ ഓപ്പൺ ആവും. നമുക്ക് അപ്രോക്സിമറ്റ്ലി 180 ഡിഗ്രി വരെ നമുക്ക് ഫ്ലിപ്പ് സ്ക്രീൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അൺബോക്സിങ് ഡീറ്റെയിൽസ്, ആക്സസറീസിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാനിത് ക്യാമറ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഒരു വട്ടം കൂടി നിങ്ങൾ ഹാപ്പി ഓണം. വിഷ് യു ആൾ ഹാപ്പി. സീ യു സൂൺ.